Good morning, dear students. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിലെത്തി നിൽക്കുകയാണ് നമ്മൾ. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ബസ്സിൻ്റെയും ട്രക്കിൻ്റെയും ഒക്കെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കണ്ടുപിടിക്കുക, അതിൻ്റെ പ്രോഫിറ്റ് ആഡ് ചെയ്ത് ചില കേസുകളിൽ മാത്രം എന്ത് ചെയ്യുക, ഫ്രൈറ്റോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ടേക്കിങ്സ് ഒക്കെ കണ്ടുപിടിക്കുക. ഇതാണ് അതിൽ വരാവുന്ന മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ സാധാരണ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ സാധാരണ പറയുന്നൊരു സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ക്വസ്റ്റ്യൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് തരുന്ന ഇൻഫർമേഷൻ തന്നെയാണ്. നമുക്ക് തരുന്ന ഇൻഫർമേഷനിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഡീസലിൻ്റെ കാര്യത്തിൽ, ഡിപ്രീസിയേഷൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ എന്താണ് സ്റ്റാൻഡിങ് ചാർജസ് മിക്കവാറും ഈസി ആയിരിക്കും. നമ്മൾ സാധാരണഗതിയിൽ പ്രധാനമായിട്ടും രണ്ട് ചാർജസ് ആയിട്ടാണല്ലോ ഡിവൈഡ് ചെയ്യുന്നത്, സ്റ്റാൻഡിങ് ചാർജസും റണ്ണിങ് ചാർജസും. ഇതിൽ സ്റ്റാൻഡിങ് ചാർജസ് കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും. അതേസമയം നമുക്ക് റണ്ണിങ് ചാർജസ് വളരെ ടഫായിട്ടുള്ള ടോപ്പിക്കാണ് സാധാരണ നമുക്ക് കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിൽ വരുന്നത്. അതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഡീസൽ ചാർജും അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ പോലെയുള്ള ചാർജസ് നമ്മൾ പെർ കിലോമീറ്ററിലേക്ക് അല്ലെങ്കിൽ പെർ പാസഞ്ചർ കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടൺ കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വളരെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്ന കോസ്റ്റാണ്. കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, ടൺ കിലോ അല്ലെങ്കിൽ എന്താണ് ടോട്ടൽ ഫ്രൈറ്റോ അല്ലെങ്കിൽ എന്താണ് ടേക്കിങ്സോ ഒക്കെ കിട്ടുക അല്ലേ. അതും പല ക്വസ്റ്റ്യനിലും വരുന്നുണ്ട്. അപ്പോൾ അവിടെ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അതായത് നമ്മുടെ കയ്യിൽ കോസ്റ്റാണുള്ളത്, കോസ്റ്റിൻ്റെ കൂടെ ചില കേസുകളിൽ കമ്മീഷൻ ഉണ്ടാവും, ചില കേസുകളിൽ പ്രോഫിറ്റ് ഉണ്ടാവും. ഇതൊക്കെ ചേർത്താലാണ്, ആഡ് ചെയ്താലാണ് ടേക്കിങ്സോ ഫ്രൈറ്റേജ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അവിടെയുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവും. അതും പ്രോബ്ലം നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇന്ന് ഈ ക്ലാസ് ലാസ്റ്റ് ക്ലാസ്സാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിൻ്റെ. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ പുതിയ ചാപ്റ്ററാണ്, പുതിയ ടോപ്പിക്കാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതുകൂടി ചോദിക്കാം. ഇന്നിപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് രണ്ട് പ്രാക്ടിക്കൽ പ്രോബ്ലംസാണ് ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. ഫോളോയിങ് ഡീറ്റെയിൽസ്, ക്വസ്റ്റ്യൻ നമ്പർ ഇല്ലസ്ട്രേഷൻ 9 ആണ്, പേജ് നമ്പർ 360 ആണ്. ഫോളോയിങ് ഡീറ്റെയിൽസ് റിലേറ്റഡ് ടു ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ബൈ എ ട്രാൻസ്പോർട്ട് കമ്പനി. അതിൽ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. 1 ജനുവരിയിൽ 50 ടണ്ണ്, ഡിസ്റ്റൻസ് 40 കിലോമീറ്റർ. 8 ജനുവരിയിൽ 35 ടണ്ണ്, ഡിസ്റ്റൻസ് 30 കിലോമീറ്റേഴ്സ്. 10th ജനുവരിയിൽ 20 ടണ്ണ്, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് 70 കിലോമീറ്റേഴ്സ്. 17th ജനുവരിയിൽ 10 ടണ്ണാണ്, 35 കിലോമീറ്റേഴ്സാണ്. 25th ജനുവരിയിൽ 30 ടൺ, 50 കിലോമീറ്റേഴ്സ്. ഇനി അതിൽ ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് ദ ടോട്ടൽ കോസ്റ്റ് ഈസ് ₹22,050, കാൽക്കുലേറ്റ് ദ കോസ്റ്റ് പെർ ടൺ കിലോമീറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണെന്ന് തോന്നും കുട്ടികൾക്ക്. പക്ഷേ ഇവിടെ ഒരു ലോജിക്ക് കിട്ടിയില്ലെങ്കിൽ കുട്ടികൾക്ക് ഒന്നും ഇത് ചെയ്യാൻ സാധിക്കില്ല. അതായത് ടോട്ടൽ 22,050 ഈ ടോട്ടൽ 22,050 നമ്മൾ എന്ത് ചെയ്യണം, ടൺ കിലോമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ടൺ കിലോമീറ്ററിൻ്റെ കോസ്റ്റ് കിട്ടും. അപ്പോൾ 1 ടൺ കിലോമീറ്ററിൻ്റെ കോസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ ടൺ കിലോമീറ്റർ കാണണം. അപ്പോൾ നമുക്കിവിടെ അറിയേണ്ടത് എന്താണ്, ഇവിടെ കാണേണ്ട കാര്യം എന്ന് പറയുന്നത്, ക്വസ്റ്റ്യനിലേക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. നമുക്കിവിടെ കാൽക്കുലേഷൻ ഓഫ് ടൺ കിലോമീറ്റേഴ്സ്, ഇതാണ് ഹെഡിങ്. അവിടെ ടൺ കിലോമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ വളരെ ഈസിയാണ്. എങ്ങനെയാണ്? 150 × 40. ആദ്യത്തെ 50 ക്വാണ്ടിറ്റി, ഡിസ്റ്റൻസ് അത്രയോ, അതാണ് ടൺ കിലോമീറ്റർ. TKM. അടുത്തത് 35 × 30, 1050.
അടുത്തത് 20 × 70 1400. അടുത്ത 10 × 35 അറിയാലോ 350. അപ്പോൾ ഇവിടെ 1 2 3 4 ഇനി ഒരെണ്ണം കൂടിയുണ്ട് 30 × 50 1500. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. എന്താണ് ക്വാണ്ടിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് ചെയ്തത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് 10 കിലോമീറ്റർ. ഡിസ്റ്റൻസിനെ കിലോമീറ്ററിനെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതന്നെയാണ് വേണ്ടോ. ഇവിടെ നമ്മൾ എഴുതുന്നു കിലോമീറ്റർ ഇൻറ്റു ടൺ. ഇതാണ് 10 കിലോമീറ്റർ. 0 ബാക്കി 1 4 3 7 1 3 4 5 6 6300 10 കിലോമീറ്റർ. അപ്പോൾ ടോട്ടൽ ടി കെ എം എന്ന് പറയുന്ന 6300 കിലോമീറ്ററാണ്. 6300 ടോട്ടൽ 10 കിലോമീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 22,050 ആണെങ്കിൽ കാൽക്കുലേറ്റ് കോസ്റ്റ് പെർ 10 കിലോമീറ്റർ. എന്ത് ചെയ്യണം? കോസ്റ്റ് പെർ ടി കെ എം ഇസിക്വൽ ടു 22,050 22,050 ഡിവൈഡ് ബൈ 6,300 ഇസിക്വൽ ടു എത്രയാണ്? ₹3.5. 3 രൂപ 50 പൈസയാണ് കോസ്റ്റ് പെർ 10 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ ഇതാണ് കിലോമീറ്റർ ഇൻറ്റു വെയിറ്റ്. അതാണ് 10 കിലോമീറ്റർ എന്ന് ബേസിക്കലി മനസ്സിലാക്കിയിട്ടുള്ളൊരു കുട്ടിക്ക് 5 മിനിറ്റ് വേണ്ട ആൻസറിലേക്ക്. പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കിട്ടില്ല, വർക്ക് ചെയ്യാൻ സാധിക്കില്ല. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ എളുപ്പമാണ്, പക്ഷെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു നോർമൽ സിസ്റ്റത്തിൽ നിന്ന് മാറി ചോദിക്കുമ്പോൾ എളുപ്പമാണെങ്കിലും കിട്ടാതിരിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അത്തരം കേസുകളിൽ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരാം കേട്ടോ. എന്തായാലും ഇതും നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിൽ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം, അതിലേക്ക് പോവാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഫ്രൈറ്റേജിൻ്റെ 50% പ്രോഫിറ്റ് എന്നുള്ള ക്വസ്റ്റ്യനും ആ കമ്മീഷനുള്ള ക്വസ്റ്റ്യനും രണ്ടും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അധികമില്ല. എങ്കിലും ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ 2 വെഹിക്കിൾ വരുന്നൊരു ക്വസ്റ്റ്യൻ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കാം. പേജ് നമ്പർ 363 8ാമത്തെ ക്വസ്റ്റ്യനാണ്. എ ട്രാൻസ്പോർട്ട് കമ്പനി ഓൺസ് 2 vehicles A and B. From the following information calculate cost per kilometer. വലതുവശത്ത് 2 വെഹിക്കിൾ തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് വെഹിക്കിൾ തന്നിട്ടുണ്ട്, എയുടെയും ബിയുടെയും, ലൈസൻസ് ഫീ, ഇൻഷുറൻസ്, ഗാരേജ് റെൻ്റ്, സൂപ്പർവിഷൻ ഒക്കെ ആനുവലാണ്. ഡ്രൈവേഴ്സ് വേജസ് പെർ അവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കോസ്റ്റ് പെർ ലിറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് പെർ കിലോമീറ്റർ,
ടയർ കോസ്റ്റ് പെർ കിലോമീറ്റർ, കിലോമീറ്റർ പെർ ലിറ്റർ ഓഫ് ഡീസൽ, കിലോമീറ്റേഴ്സ് റൺ ആനുവൽ കിലോമീറ്റേഴ്സാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ കോളം പെർ ഇയർ ആണ്, രണ്ടാമത്തെ കോളം പെർ കിലോമീറ്റർ ആണ്. എസ്റ്റിമേറ്റഡ് ലൈഫ് വന്നിട്ടുണ്ട്. ചാർജ് 10% ഇൻട്രസ്റ്റ് പെർ ആനം ഓൺ ദ കോസ്റ്റ് ഓഫ് വെഹിക്കിൾസ്. ദ വെഹിക്കിൾ റൺ 50 kilometers per hour ഓൺ ആൻ ആവറേജ്. ഒരു മണിക്കൂറിൽ 50 കിലോമീറ്റർ ഓടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. നമ്മളിവിടെ അതിനെ ഒരു കോസ്റ്റ് ഷീറ്റ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. രണ്ട് വെഹിക്കിളും ഒരു ഷീറ്റിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, ഡീറ്റെയിൽസും. അപ്പോൾ നമുക്ക് സാധാരണ പോലെ തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിലൊന്നും മാറ്റില്ല. ഫിക്സഡ് ഫോർ സ്റ്റാൻഡിങ് ചാർജസ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ സംശയമില്ല, ഒരുപാട് ഐറ്റംസ് ഡയറക്റ്റായിട്ട് ഒരു വർഷത്തേക്കാണ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം എഴുതിയിട്ട് പിന്നെ ഫില്ല് ചെയ്യാം കേട്ടോ. ലൈസൻസ് ഫീസ്, ഇൻഷുറൻസ്, ഗാരേജ് റെൻ്റ്, സൂപ്പർവിഷൻ. ഇതൊക്കെ ആനുവൽ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1, 2, 3, 4 ഐറ്റം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് എഴുതാം. $500, $400, 1000, 2000. അപ്പുറത്ത് അതുപോലെ തന്നെ 1500, 1000, 500, 2000. ഇത്രയാണ് നമ്മൾ ആദ്യത്തെ ഇതിൽ എഴുതിയത്. അടുത്ത ഡ്രൈവേഴ്സ് വേജസ്. ഡ്രൈവേഴ്സ് വേജസ് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു മണിക്കൂറിനാണ്. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ അത് സ്റ്റാൻഡിങ് ചാർജസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. കിലോമീറ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് റണ്ണിങ് ചാർജസിലേക്ക് മാറ്റാം. ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 30,000 കിലോമീറ്ററാണ് ആനുവൽ കിലോമീറ്റർ. 50 കിലോമീറ്ററാണ് ഒരു മണിക്കൂറിൽ ഓടുന്നത് അല്ലേ. അപ്പോൾ 30,000 ആനുവൽ കിലോമീറ്ററിന് നമ്മൾ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര മണിക്കൂറാണെന്ന് കിട്ടും. അപ്പോൾ 600 മണിക്കൂർ ഇൻറ്റു 5. അടുത്ത ആള് ബിക്ക്, ഇത് എക്കാണ്, ഡ്രൈവേഴ്സ് വേജസ് എ. ഇനി ബിയുടെ 12,000, അതിനെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈസിക്വൽ ടു 240 മണിക്കൂർ ഇൻറ്റു 5, 5. അപ്പോൾ ഇവിടെ 1200. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കോസ്റ്റ് ഓഫ് വെഹിക്കിളിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചാർജ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ചില ഓതേഴ്സ് ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാം, ചില ഓതേഴ്സ് അത് പ്യുവർലി ഫിനാൻഷ്യൽ ആയിട്ടാണെന്ന് പറയുകയും അത് ഒഴിവാക്കുകയും ചെയ്യുന്നൊരു പ്രവണതയുണ്ട്. അപ്പോൾ ചില ബുക്കുകളിൽ ഇത് ആഡ് ചെയ്യില്ല, അപ്പോൾ തെറ്റാണ് ചെയ്തതെന്ന് കുട്ടികൾ പറയരുത്. ചിലവർ ഇത് ചാർജ് ചെയ്യില്ല, ചിലർ ചാർജ്. ഇവിടെ പ്രത്യേകിച്ച് ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ചാർജ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ
എക്ക് എത്രയാണ് 50,000 ഇൻറ്റു 10/100, ബിക്ക് 30,000 ഇൻറ്റു 10/100. അപ്പോൾ ഇവിടെ 5,000-ഉം ഇവിടെ 3,000-ഉം. എത്രയാണുള്ളത്? ഇത്രയായി കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ 13,900. അടുത്തത് 9,200. ഇത് നമ്മൾ ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ്. ഇനി സ്റ്റാൻഡിങ് ചാർജസ് പെർ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഓരോന്നിനെയും അതിൻ്റെ കിലോമീറ്റർ എത്രയാണ്? 30,000, 12,000. ഒന്ന് 30,000, ഒന്ന് 12,000 ഇതാ കേട്ടോ. ഓരോന്നിനെയും 30,000 കൊണ്ടും 12,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഞാനത് ഇവിടെ ബ്രാക്കറ്റിൽ എഴുതാൻ വേണമെങ്കിൽ 13,900 ഡിവൈഡ് ബൈ 30,000, ദെൻ 9,200 ഡിവൈഡ് ബൈ 12,000. അപ്പോൾ അത് കുട്ടികൾ മനസ്സിലാക്കുക സാധാരണ പോലെ തന്നെ. എമൗണ്ട് ഇതിൽ 0.463. ആദ്യത്തെ എമൗണ്ട് വരുന്നത് 0.463. രണ്ടാമത്തേന് 0.766. ഇതാണ് സ്റ്റാൻഡിങ് ചാർജസ് പെർ കിലോമീറ്റർ എന്ന് പറയുന്നത്. അടുത്തത് വേരിയബിൾ ഓർ റണ്ണിങ് ചാർജസ്, റണ്ണിങ് എക്സ്പെൻസസ്. വേരിയബിൾ ഓർ റണ്ണിങ് എക്സ്പെൻസസ്. അതിൽ ഡീസൽ. ആദ്യം തന്നെ നമുക്ക് ഡീസലാണ്. ഡീസലിന് പറഞ്ഞിട്ടുള്ളത് AK. എത്രയാണ് ഡീസൽ കോസ്റ്റ് പറഞ്ഞിട്ടുള്ളത്? 30 രൂപ പെർ ലിറ്ററിനാണ്. 30 രൂപയാണ് ഒരു ലിറ്ററിന്. മൈലേജ് പറഞ്ഞിട്ടുണ്ടോ? 30 രൂപയാണ് ലിറ്ററിന്. 10 കിലോമീറ്ററാണ് മൈലേജ്. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മറ്റാൾക്ക് 15 കിലോമീറ്ററാണ് മൈലേജ്. 30 ഡിവൈഡ് ബൈ 15. രണ്ടും ഒന്നിച്ച് എഴുതാം നമുക്ക്. AK ഇത് AK, ഇത് BK. AK 30/10, അപ്പം 3 രൂപ. മറ്റടുത്ത് 2 രൂപ. ഡീസൽ കഴിഞ്ഞാൽ അടുത്ത റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്. അതിൽ പറഞ്ഞിട്ട് നമുക്ക് കൃത്യമായിട്ട് വളരെ എളുപ്പമാണ്. 2 രൂപയും റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് 2 രൂപയും 3 രൂപയും. ഇത് കഴിഞ്ഞാൽ അടുത്ത് ടയർ കോസ്റ്റ്. അതും എളുപ്പത്തിൽ തന്നിട്ടുണ്ട്. 1 രൂപയും ദെൻ 60 പൈസയും. ടയർ കോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഡിപ്രീസിയേഷൻ തന്നിട്ടുള്ള എങ്ങനെയാണ് നമ്മൾ കാണണം. ഡിപ്രീസിയേഷൻ അപ്പോൾ ഞാൻ കുറച്ചും കൂടി നീക്കി എഴുതുന്നുണ്ട്. ഡിപ്രീസിയേഷൻ തന്നിട്ടില്ല. എസ്റ്റിമേറ്റഡ് ലൈഫ് തന്നിട്ടുണ്ട് 1,00,000 കിലോമീറ്റേഴ്സ്. കോസ്റ്റ് ഓഫ് വെഹിക്കിൾ 50,000. അപ്പോൾ എന്ത് ചെയ്യണം? 50,000 ഡിവൈഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫാണ്. 1,00,000 കിലോമീറ്ററാണ്. വളരെ ഈസി ആയിട്ട് കാണാം. ലൈഫ് കിലോമീറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ആൻസർ കിലോമീറ്റർ ആയിരിക്കും. 0.50 പൈസ. AK. ബിക്ക് എങ്ങനെയാണ്? ബിക്ക് 30,000 രൂപയാണ് വണ്ടിയുടെ വില. ലൈഫ് എന്ന് പറയുന്നത് 75,000 കിലോമീറ്ററാണ്. 75,000 കിലോമീറ്റർ ആകുമ്പോൾ അവിടെ 0.40. വേറെ ഒന്നുമില്ല. അണ്ടർലൈൻ ചെയ്യുമ്പോൾ വരുന്നത് 6.963.
അവിടെ 6.766. ഇത് നമ്മളെന്ത് പറയും? ഓപ്പറേറ്റിംഗ്, അല്ലെങ്കിൽ എന്താണ് കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് വേണ്ട, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പെർ കിലോമീറ്റർ. 1 കിലോമീറ്ററിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഇപ്പം ഇവിടെ 2 വെഹിക്കിളിൻ്റെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു സ്പെഷ്യാലിറ്റി ഇല്ല, വേറെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല ഈ ക്വസ്റ്റ്യനിൽ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. വേറെ നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു ടോപ്പിക്കും ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ 2 വെഹിക്കിൾ ഉണ്ട് എന്നുള്ളൊരു സ്പെഷ്യാലിറ്റി മാത്രമേ ഇതിനുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അതും നമ്മുടെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിൽ നിന്നാണ്. ഒരു വെറൈറ്റി ഉള്ളൊരു ക്വസ്റ്റ്യൻ നോക്കി, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടി സെലക്ട് ചെയ്തിട്ടുള്ളതാണ്, കുട്ടികൾ ശ്രദ്ധിക്കുക. പേജ് നമ്പർ 365 ബികോമിലെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 365 പുതിയ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 13 ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാൻ കുട്ടികൾ ശ്രദ്ധിക്കുക. മിസ്റ്റർ എക്സ് ഈസ് ഗിവൺ എ പെർമിറ്റ് ടു റൺ എ ബസ് ഇൻ ബിറ്റ്വീൻ 2 ടൗൺസ് വിച്ച് ആർ 25 കിലോമീറ്റേഴ്സ് എപ്പാർട്ട്. 25 കിലോമീറ്റർ ആണുള്ളത് 2 ടൗണും തമ്മിൽ. From the following information, assuming 10% profit on takings for Mr. X, work out the bus fare to be charged in between those 2 towns for each passenger. 10% പ്രോഫിറ്റ് കിട്ടത്തക്ക രീതിയിൽ ടിക്കറ്റ് ചാർജ്, 2 ടൗണും തമ്മിലുള്ള ടിക്കറ്റ് ചാർജ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. താഴെ കോസ്റ്റ് ഓഫ് ദ ബസ് പറഞ്ഞിട്ടുണ്ട്, ആനുവൽ ടാക്സ്, ഓയിൽ സ്റ്റോഴ്സ്, ഗാരേജ് റെൻറ്റ്, എസ്റ്റിമേറ്റ് റിപ്പയേഴ്സ്, ഇൻഷുറൻസ്, സാലറി, കണ്ടക്ടർ, ഡ്രൈവർ, അക്കൗണ്ടൻ്റ് സാലറി, പെർമിറ്റ് ഫീസ്, മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ, ടയർ ആൻഡ് ട്യൂബ്, ഡീസൽ ഫോർ 100 കിലോമീറ്റേഴ്സ് 600, ഡിപ്രീസിയേഷൻ 25% പറയാനും കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. കമ്മീഷൻ ടു ഡ്രൈവർ ആൻഡ് കണ്ടക്ടർ ഈസ് അറ്റ് 10% ഓഫ് ദ ടേക്കിങ്സ്. ടേക്കിങ്സിൻ്റെ, അതായത് ടിക്കറ്റ് ചാർജിൻ്റെ 10% കമ്മീഷനാണ്. ദ ബസ് വിൽ മേക്ക് 3 റൗണ്ട് ട്രിപ്സ് എവറി ഡേ ആൻഡ് ഇറ്റ് ക്യാരീസ് 30 പാസഞ്ചേഴ്സ് ഓൺ ആൻ ആവറേജ് ഇൻ ഈച്ച് ട്രിപ്പ്. ദ ബസ് വിൽ ഓപ്പറേറ്റ് ഫോർ 25 ഡേയ്സ് ഡ്യൂറിങ് ദ മന്ത്. അപ്പോൾ ആദ്യം ഇത് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ക്വസ്റ്റ്യനാണ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാനിവിടെ കോസ്റ്റ് ഷീറ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. പെർ മന്തും പെർ PKM ഒക്കെ ഉള്ളൊരു കോസ്റ്റ് ഷീറ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആദ്യം തന്നെ നമുക്ക് വർക്കിംഗ് നോട്ടിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് എന്ത് തന്നിട്ടില്ല, PKM നമ്മൾ കണ്ടുപിടിക്കണം. വർക്കിംഗ് നോട്ട് 1, കാൽക്കുലേഷൻ ഓഫ് PKM. അപ്പോൾ ആദ്യം നമുക്ക് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ 25 കിലോമീറ്റർ ആണ് 2 കൂടിയിട്ടുള്ള ദൂരം എന്ന് പറയുന്നത്, 2 സിറ്റിയും കൂടിയിട്ട്. അതൊരു ട്രിപ്പിലാവുമ്പോൾ 25 × 2 വരുന്നു. അങ്ങനെ 3 ട്രിപ്പ്, അങ്ങനെ 25 ദിവസമാണ് ഒരു മാസം. അപ്പോൾ ഇത് കിലോമീറ്ററായി. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3750 ഇതാണ് കിലോമീറ്റേഴ്സ്. ഇനി ഇതിൻ്റെ കൂടെ എന്തുകൂടി ചേർത്താൽ മതി, വെയിറ്റ് കൂടി ചേർത്താൽ നമുക്ക് പാസഞ്ചർ കിലോമീറ്റർ കിട്ടും. അപ്പോൾ PKM = ഞാനത് ഒന്നുകൂടി ഇങ്ങനെ എഴുതുന്നത് ആർക്കെങ്കിലും ഇത് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. പാസഞ്ചർ × 30 ആണ്. അപ്പോൾ അതുകൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1,12,500 കിലോമീറ്റേഴ്സ് ആണ് നമുക്ക് കിട്ടുക. ഇതാണ് നമ്മുടെ PKM. അപ്പോൾ ഇനി കമ്മീഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വഴിയാൽ അതാത് സമയത്ത് വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യാം. അതുകൊണ്ടാണ് ഇവിടെ വർക്കിംഗ് നോട്ട് 1 എന്ന് പറഞ്ഞ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മാക്കിയാണ്. ഇത് കുട്ടികളുടെ വർക്കിംഗ് നോട്ടിൽ ഇതിന് ശേഷം കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം, കുട്ടികൾ നോക്കുക. ഇനി നമുക്ക് സാധാരണ പോലെ തന്നെ ഫിക്സഡ് ചാർജസ് ഓർ റണ്ണിങ് ചാർജസ് എന്നുള്ള ഹെഡിലേക്ക് പോകുന്നു. ഫിക്സഡ് ഓർ റണ്ണിങ് ചാർജസ്, ദെൻ ഇതിൽ ഫിക്സഡ് ചാർജിൽ ടാക്സ് പെർ മന്താണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇയർലി പറഞ്ഞിട്ടുള്ള അതിനൊക്കെ ടാക്സ് ഞാൻ ഇവിടുന്ന് എഴുതി തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. 24,000 ആണ്. 24,000 / 12 പെട്ടെന്നറിയാം. 2,000
2000. ടാക്സ് കഴിഞ്ഞാൽ ഓയിൽ ആൻഡ് സ്റ്റോഴ്സ്. ഓയിൽ ആൻഡ് സ്റ്റോഴ്സ് പെർ മന്ത് ആണ്, ഈസി ആയിട്ട് എഴുതാം, 2000 രൂപയാണ്. അടുത്തത് ഗ്യാരേജ് റെൻറ്റ്. ഗ്യാരേജ് റെൻറ്റ് പെർ മന്ത് ആണ് 2000. ഗ്യാരേജ് റെൻറ്റ് കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് റിപ്പയേഴ്സ് പെർ മന്ത്. അപ്പോൾ അത് നമുക്കിവിടെ എടുക്കാൻ സാധിക്കില്ല. ഇൻഷുറൻസ് പെർ ആനം. ആനം എന്നുള്ളത് വേണ്ട, ഇൻഷുറൻസ് എന്ന് എഴുതിയാൽ മതി. എമൗണ്ട് 36,000 ഹരിക്കണം 12. അപ്പോൾ 36,000 എന്ന് എഴുതുമ്പോൾ 12 ഡിവൈഡ് ചെയ്യുമ്പോൾ 3,000. ഇൻഷുറൻസ് കഴിഞ്ഞാൽ അടുത്തത് സാലറി ഓഫ് കണ്ടക്ടർ ഡ്രൈവർ. സാലറി ഓഫ് കണ്ടക്ടർ ഡ്രൈവർ. ഡ്രൈവറും കണ്ടക്ടറേയും സാലറി 3,000, 4,500. 3,000, 4,500. ഇനി സാലറി ഓഫ് അക്കൗണ്ടൻറ്റ്. സാലറി ഓഫ് അക്കൗണ്ടൻറ്റ് പെർ മന്ത് 5,000. സാലറി ഓഫ് അക്കൗണ്ടൻറ്റ്. പെർമിറ്റ് ഫീ. പെർമിറ്റ് ഫീ എന്ന് പറയുന്നത് 1,000 രൂപ. ഇനി ഒരു മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഫിക്സഡ് ആണ്. മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഒരു ഓഫീസ് ആകുമ്പോൾ ഇവിടെ ഒരു ഓഫീസ് ഉണ്ടെന്നുള്ളത് വ്യക്തമാണല്ലോ. സാലറി ഓഫ് അക്കൗണ്ടൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ഓഫീസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ എന്താണ്, ഫിക്സഡ് ആണ്, ഫിക്സഡ് ചാർജസ് ആണ്. ഇനി ഇത് അണ്ടർലൈൻ ചെയ്ത് കൂട്ടിയിടുക. അപ്പോൾ 30,500 ഡബിൾ ലൈൻ ചെയ്യാം. അതിന് പേര് കൊടുക്കുക. എന്താണ് പേര്? ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ്. ഇനി അതിനെന്ത് ചെയ്യുക? സ്റ്റാൻഡിങ് ചാർജസ് ടോട്ടലിന് എന്ത് ചെയ്യണം? സ്റ്റാൻഡിങ് ചാർജസ് പെർ PKM. PKM എന്ന് പറഞ്ഞാൽ പാസഞ്ചർ കിലോമീറ്റർ. അപ്പോൾ ടോട്ടല് 30,500 ആണ്. ഇതിനെന്ത് ചെയ്യണം? PKM നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. 1, 12, 500 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 12, 500 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 30,500 ഡിവൈഡ് ചെയ്യുമ്പോൾ സമയത്ത് കിട്ടുന്നത് 0.27. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ വേരിയബിൾ ഓവർ ഹെഡ് ആണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ റണ്ണിങ് ചാർജസ് ആണ് എഴുതേണ്ടത്. അതിവിടെ എഴുതാൻ സ്ഥലമില്ല. അപ്പോൾ ഇത് മായ്ച്ചിട്ടാണ് നമുക്കിത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കുട്ടികൾ ഓർമ്മ വയ്ക്കുക. സ്റ്റാൻഡിങ് ചാർജസ് പെർ കിലോമീറ്റർ ഞാൻ മുകളിലേക്ക് എഴുതി വയ്ക്കാം, 0.27 കേട്ടോ. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം, ബോർഡ് ക്ലീൻ ചെയ്തതിന് ശേഷം. അടുത്ത വേരിയബിൾ ചാർജസ്. വേരിയബിൾ ഓർ റണ്ണിങ് ചാർജസ്. അതായത് വേരിയബിളായിട്ട് വരുന്ന എക്സ്പെൻസ് എന്തൊക്കെയാണ്? അപ്പോൾ അതിൽ ഡിപ്രീസിയേഷൻ അറ്റ് 25% പെർ ആനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ എഴുതാം നമുക്ക് വേരിയബിൾ ചാർജസിൽ. അതല്ലെങ്കിൽ ആദ്യം ഓയിൽ ആൻഡ് സ്റ്റോഴ്സ് പെർ മന്ത്, അത് നമ്മൾ ഓൾറെഡി അത് എഴുതി കഴിഞ്ഞു. മറ്റ് ഡീസലിൻ്റെ ഉണ്ട്, ഡീസൽ എഴുതാൻ വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ തൽക്കാലം ഡിപ്രീസിയേഷൻ എഴുതാൻ ടെക്സ്റ്റിലെ പോലെ തന്നെ, അല്ലെങ്കിൽ സാധാരണ നമ്മൾ എഴുതാൻ പറയാറില്ലേ, മറക്കാതിരിക്കാൻ വേണ്ടി പറയുന്ന പോലെ തന്നെ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ സാധാരണ നമുക്ക് കോസ്റ്റ് ഓഫ് ദ മെഷീനും ലൈഫൊക്കെയാണ് തരുന്നത്. ഇവിടെ നമുക്ക് ഡിപ്രീസിയേഷൻ 25% പെർ ആനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷം 25%.
അപ്പോൾ കോസ്റ്റ് ഓഫ് ദ ബസ് എത്രയാണ്? 14,40,000. ഇതിൻ്റെ 25% ഒരു വർഷത്തേക്ക് ഡിപ്രീസിയേഷൻ. ഇതൊരു വർഷത്തേക്കാണ്. അപ്പോൾ അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു മാസത്തേക്ക് കിട്ടും. ഇനി വീണ്ടും എന്ത് ചെയ്യണം? അതിനെ വീണ്ടും നമ്മുടെ 1,12,500 കൊണ്ട്, നല്ലല്ലോ ഒരു മാസം ഒരു പാസഞ്ചർ കിലോമീറ്ററിലേക്ക് കിട്ടുള്ളൂ. 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഒരു മാസത്തേക്കേ വരുള്ളൂ. അതിനെ വീണ്ടും എന്ത് ചെയ്യണം? പാസഞ്ചർ കിലോമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് ഒരു പാസഞ്ചർ കിലോമീറ്ററിൻ്റെ ഡിപ്രീസിയേഷൻ കിട്ടുള്ളൂ. ഈക്വൽ ടു 0.27. സെയിം എമൗണ്ട് ആണ്, തെറ്റണ്ട. 27. ഇപ്പോൾ ഡിപ്രീസിയേഷൻ കഴിഞ്ഞു. അടുത്ത റിപ്പയേഴ്സ്. ഇങ്ങനെ വേണം നിർബന്ധമില്ല, ഏത് വേണേൽ എഴുതാട്ടോ. റിപ്പയേഴ്സ് എപ്പോഴും നമ്മൾ റണ്ണിങ് എക്സ്പെൻസ് ആയിട്ട് മാത്രമേ എടുക്കാറുള്ളൂ. അത് ഒരു സെമി വേരിയബിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ നമ്മൾ റണ്ണിങ് എക്സ്പെൻസ് ആയിട്ടാണ് എടുക്കുന്നത്. റിപ്പയേഴ്സ് 5,000 ആണ് പറഞ്ഞിട്ടുള്ളത്, പെർ മന്ത് ആണ്. സ്വാഭാവികമായിട്ട് അതിനെ 1,12,500 കൊണ്ട്, അതായത് നമ്മുടെ PKM കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 0.04. ഈ കാൽക്കുലേഷൻ കുട്ടികളൊന്നാണ് ശ്രദ്ധിക്കുക. ഞാൻ പെട്ടെന്ന് ചെയ്ത് നോക്കിയിട്ട് പറയുന്നതാണ്. അപ്പോൾ കാൽക്കുലേഷൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. ടയർ ആൻഡ് ട്യൂബ്സ്. ടയർ ആൻഡ് ട്യൂബ്സ് 2,000 ആണ്. 2,000 ഒരു മാസത്തേക്ക്. അതിനെ 1,12,500 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ടയർ ആൻഡ് ട്യൂബ്സ് അപ്പോൾ 0.02. 0.02. ഇനി ഡീസൽ. ഡീസൽ പറഞ്ഞിട്ടുള്ളത് 100 കിലോമീറ്ററിന് 600 രൂപയാണ്. അപ്പോൾ 1 കിലോമീറ്ററിന് കിട്ടി. ഇൻറ്റു എത്ര കിലോമീറ്റർ ഓടുന്നത്? നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കിലോമീറ്റർ, അല്ലേ? ഇനി ആർക്കെങ്കിലും ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, 25 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ആയി. ഇൻറ്റു 3 ട്രിപ്പ് ഇൻറ്റു 25 ദിവസം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 3,750 കിലോമീറ്റർ ഇതാണ് ഓടുന്നത്. അപ്പോൾ 600 ഇതാണ് ഒരു മാസം ഓടുന്നത്. അപ്പോൾ ഒരു മാസത്തെ ഡീസൽ ചാർജ് കിട്ടാൻ ഇൻറ്റു 3,750 ചെയ്താൽ ഒരു മാസത്തെ ഡീസൽ ചിലവായി. ഇനി അതിനെന്ത് ചെയ്യുക? ഒരു മാസത്തെ PKM കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് എളുപ്പം. അതെങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ 0.20. 0.20. അപ്പോൾ 0.20 വന്നു. ഇപ്പം ഇത്രയായി കഴിഞ്ഞാൽ ഇനിയാണ് നമുക്ക് കമ്മീഷൻ ചാർജ് ചെയ്യേണ്ടത്, അല്ലേ? ഇത്രയായി കഴിഞ്ഞാൽ നമുക്കിത് കൂട്ടുക, വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ബിഫോർ കമ്മീഷൻ കിട്ടും. ഞാനിവിടെ എഴുതി വയ്ക്കുകയാണ്. ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ബിഫോർ കമ്മീഷൻ എന്ന് പറയുന്നത് 0.80. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കമ്മീഷൻ ടു ഡ്രൈവർ ആൻഡ് കണ്ടക്ടർ എന്ന് പറയുന്നത് എത്ര രൂപയുടെയാ? ടേക്കിങ്സിൻ്റെ 10% 10% ഓഫ് ദ ടേക്കിങ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പോൾ കമ്മീഷൻ നേരത്തെ എഴുതിയ പോലെ തന്നെ ഞാൻ ഇവിടെ ഒന്ന് വരച്ചിട്ട് എഴുതുന്നുണ്ട്. കമ്മീഷൻ എന്ന് പറയുന്നത് 10% ഓഫ് ടേക്കിങ്സ്. ടേക്കിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തം വരുമാനം. പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതും 10% ഓഫ് ടേക്കിങ്സ്. അപ്പോൾ അത് എത്രയായി? 20%. 20% പ്രോഫിറ്റും കമ്മീഷനും കൂടിയിട്ടുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എത്രയാ? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അതായത് ഇത് 80%. അപ്പോൾ 2 മെത്തേഡ് ഉണ്ട്. 80%, എളുപ്പമുള്ള മെത്തേഡ് അല്ലെങ്കിൽ ഒരു മെത്തേഡ് തന്നെ നമുക്ക് ഫോളോ ചെയ്താൽ മതി. ഇത് 80%.
ഈ 0.80 എന്ന് പറയുന്നത് 80% ഓഫ് ടേക്കിങ്സ് ആണ്. Therefore, takings is equal to 0.80 ഇൻറ്റു 80% ആണല്ലോ ഇത്. അപ്പോൾ അതിനെ ഗ്രോസ് അപ്പ് ചെയ്യുക ഇൻറ്റു 100/80. ഇതാണ് എന്തെന്ന് പറയുന്നത് 1 രൂപ കിട്ടും. ഇതാണ് നമ്മുടെ ടേക്കിങ്സ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 10 പൈസ ആണ് എന്ത് കമ്മീഷൻ. 1 രൂപയുടെ 10% ആണ് കമ്മീഷൻ. 1 രൂപയുടെ 10% എന്ന് പറയുന്നത് എത്രയാണ്? 10 പൈസയാണ് വരിക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കമ്മീഷൻ അപ്പോൾ ഇത് നേരത്തെ ചെയ്ത് വർക്കിംഗ് നോട്ടിൽ ചെയ്യണം കേട്ടോ. നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു 10%. ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ബിഫോർ കമ്മീഷൻ ആണ് 0.80. അപ്പോൾ കമ്മീഷൻ ഇനി ആഡ് ചെയ്യണം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 0.80 കാണേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഇതിൽ ഇനി എന്ത് ചെയ്യണം? ഇനി കമ്മീഷൻ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഡ് ചെയ്യണം. അപ്പോഴാണ് ടേക്കിങ്സ് കിട്ടുക. പക്ഷേ കമ്മീഷൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, കമ്മീഷൻ എന്ന് പറയുന്നത് ടേക്കിങ്സിൻ്റെ 10%. ടേക്കിങ്സിൻ്റെ 10%. അതുപോലെ തന്നെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതും ടേക്കിങ്സിൻ്റെ 10%. അതങ്ങനെ തന്നെ കമ്മീഷനും അതെ, പ്രോഫിറ്റും അതെ. ടേക്കിങ്സ് എന്ന് പറയുന്നത് ടോട്ടൽ ടിക്കറ്റ് ചാർജസ് അതാണ് ടേക്കിങ്സ്. അപ്പോൾ ടോട്ടൽ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് പാസഞ്ചർ കിലോമീറ്ററിൻ്റെ ചാർജ്, അതാണ് ഇവിടെ പറയുന്നത്. ഒരു പാസഞ്ചർ കിലോമീറ്ററിൻ്റെ ചാർജിനെയാണ് ടേക്കിങ്സ് എന്ന് പറയുന്നത്. ടോട്ടൽ ടിക്കറ്റ് ചാർജ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഓഡിയൻ്റെ വരും എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ടേക്കിങ്സ് എന്ന് പറയുന്നത് നമുക്ക് കമ്മീഷനും പ്രോഫിറ്റും ഒക്കെ കൂട്ടി കിട്ടുന്ന എമൗണ്ടിനെയാണ് ടേക്കിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ 0.80 എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ബിഫോർ കമ്മീഷനാണ്. ദെൻ ഇതിൻ്റെ കൂടെ നമ്മൾ 10% ടേക്കിങ്സും 10% പ്രോഫിറ്റും കൂടി ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? ടേക്കിങ്സ് കിട്ടും. ഈ കിട്ടുന്ന ഇവിടെയാണ് ടേക്കിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 20%. അപ്പോൾ ടോട്ടൽ ഇതാണ് ടേക്കിങ്സ് അല്ലേ. ഈ ടേക്കിങ്സിൽ നിന്ന് ഈ 10ഉം 10ഉം 20% കുറച്ചാൽ ടേക്കിങ്സ് മൈനസ് 20% ഈസ് ഈക്വൽ ടു 80%. ഈ 80% ആണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള 0.80. കുട്ടികൾ 0.80 എന്ന് എഴുതുമ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. 80% നമ്മൾ എഴുതി വെച്ചിട്ടുള്ള അല്ല 0.80. 0.80 കോസ്റ്റാണ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ബിഫോർ കമ്മീഷനാണ് 0.80. ഇനി നമ്മളോട് പറയുന്നത് നമുക്ക് പ്രോബ്ലത്തിലേക്ക് മുന്നേറാനുള്ളൊരു രീതിയാണ് പറയുന്നത്. 10% ടേക്കിങ്സ് ആണ് കമ്മീഷൻ, ദെൻ 10% ടേക്കിങ്സ് ആണ് നമ്മുടെ പ്രോഫിറ്റ്. രണ്ടും കൂടി 20%. അപ്പോൾ ടേക്കിങ്സിൻ്റെ 20% എന്ന് പറയുന്നത് കമ്മീഷനും പ്രോഫിറ്റും കൂടി അടങ്ങുന്ന പോർഷനാണ് എങ്കിൽ കോസ്റ്റ് എത്രയായിരിക്കും? 80%. അപ്പോൾ 20% എന്ന് പറയുന്നത് ടേക്കിങ്സിൻ്റെ കമ്മീഷനും പ്രോഫിറ്റും കൂടി ചേർന്നാണ് 20%. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 80% ആണ് എന്ത്? കോസ്റ്റ് അല്ലേ. അപ്പോൾ therefore അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താ? 0.80 is equal to 80% ആണ്. therefore takings is equal to ടോട്ടൽ എങ്ങനെ കാണാം? ഒരു സംഖ്യയുടെ 80% ആണ് 0.80 എങ്കിൽ ടോട്ടൽ എങ്ങനെ കാണാം? 0.80 ഇൻറ്റു 80% എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതുക? 80/100 അല്ലേ. ഇവിടെ വരുമ്പോൾ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 100 ഡിവൈഡ് ബൈ 80. ഇതിനെന്ത് ചെയ്യുന്നു? ഗ്രോസ് അപ്പ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇത് കുട്ടികൾ എഴുതി വയ്ക്കുക, വർക്കിംഗ് നോട്ടിൽ പ്രിപ്പയർ ചെയ്യുക. ഇങ്ങനെ ഗ്രോസ് അപ്പ് ചെയ്യുമ്പോൾ 100/80 ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ടേക്കിങ്സ് എന്ന് പറയുന്നത് 1 രൂപയാണ്. 1 രൂപയാണ് നമ്മുടെ ടേക്കിങ്സ് അല്ലേ. 1 രൂപയുടെ 10% കമ്മീഷൻ. 10% കമ്മീഷൻ പറയുന്നത് എന്താണ്? 1 × 10/100 അല്ലേ. 1 × 10/100 എന്ന് പറയുമ്പോൾ 10 പൈസ. ഞാൻ ഇതൊക്കെ മാറ്റുന്നുണ്ട്.
കുട്ടികൾ എന്ത് ചെയ്യുക, വർക്കിംഗ് നോട്ടിൽ ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഞാനിത് മായ്ക്കുന്നുണ്ട്. ടേക്കിങ്സ് നമ്മൾ 1 രൂപയാണെന്ന് കണ്ടുപിടിച്ചു. 10% എന്ന് പറയുമ്പോൾ 1 × 10/100 0.10. അതേപോലെ തന്നെ പ്രോഫിറ്റ് 10% ഓഫ് ടേക്കിങ്സ്. അപ്പോൾ എന്ത് ചെയ്യുക, 1 × 10/100, അതിനും 10 പൈസ. അപ്പം ഇനി വേറെ ഒന്നുമില്ല, എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പോൾ എത്രയായി, 1 രൂപ. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചതാണ്, 1 രൂപയാണ് ടേക്കിംഗ്. ഇതാണ് ഒരു പാസഞ്ചർ കിലോമീറ്ററിൻ്റെ ടേക്കിങ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ ശ്രദ്ധിക്കുക. ഒരു എസ്സേ ടോപ്പിക് ആയതുകൊണ്ടാണ് ഇത്രയധികം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കെയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് ഇതോടുകൂടി കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ വേറെ ചാപ്റ്റർ ആയിരിക്കും. എന്തായാലും താങ്ക് യു വെരി മച്ച്.